ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ ഒരു 2 വർഷം മുമ്പ് ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൂവി ഫ്ലിക്സ് ഗെയിമിംഗ് എന്നായിരുന്നു അതിന്റെ പേര്. എന്നാൽ സമയമില്ലാത്തതുകൊണ്ട് അതിൽ വീഡിയോസ് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആകെ ഒരൊറ്റ വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ വർഷം ആ ഗെയിമിംഗ് ചാനലും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട്. ഇന്ന് അതിലൊരു വീഡിയോ ഇടാൻ വേണ്ടി പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഗെയിമിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവര് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മൂവി ഫ്ലിക്സ് ഗെയിമിംഗ് എന്നാണ് ചാനലിന്റെ പേര്. ഈ കഥ ആരംഭിക്കുന്നത് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുന്ന മറ്റൊരു ഹെഡ്ജോഗിനെ കാണിച്ചുകൊണ്ടാണ്. ഇതിന്റെ പേര് ഷാഡോ എന്നാണ്. 50 വർഷമായിട്ട് ഈ ഷാഡോനെ ആ കണ്ടെയ്നറിന്റെ അകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന് കാവൽക്കാരായിട്ട് വേറെയും ചില ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം പെട്ടെന്നാണ് ഈ ഷാഡോയ്ക്ക് ബോധം വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഫെസിലിറ്റി മൊത്തത്തിൽ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷാഡോയ്ക്ക് ഇപ്പോൾ ബോധം വന്നത്. ബോധം വരുന്നതോടൊപ്പം തന്നെ അവന് ചില ചിന്തകളൊക്കെ വരാൻ തുടങ്ങി. ഈ ഷാഡോയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മറിയ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയാണത്. അവളുടെ ഓർമ്മകളാണ് അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവന് ബോധം വന്നു കാണുമ്പോൾ തന്നെ ആ ഫെസിലിറ്റിക്കകത്തുള്ള സെക്യൂരിറ്റീസ് ഒക്കെ ആ കണ്ടെയ്നറിന് ചുറ്റുമായിട്ട് വന്നു നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഷാഡോ ആ കണ്ടെയ്നർ ഇടിച്ചു തകർക്കുന്നത്. അതിനുശേഷം ഒരു ഗംഭീര ഫൈറ്റാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെയുള്ള മുഴുവൻ സെക്യൂരിറ്റീസിനെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഷാഡോ ഫെസിലിറ്റിക്ക് പുറത്തേക്ക് വരാണ്. കടലിന് നടുവിലായിട്ടാണ് ആ ഫെസിലിറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൻ ഉടനെ തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അവന്റെ സൂപ്പർ സ്പീഡിൽ ആ കടലിലൂടെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നത്. സോണിക് ദ ഹെഡ്ജ്ഹോഗ് 3 എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് ടീം സോണിക് ഇപ്പോ ഒരു ഓട്ട മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടീം സോണിക്കിലുള്ളത് ആരാണെന്ന് അറിയാലോ? ഒന്ന് സോണിക്, ഒന്ന് നക്കിൾസ്, ഒന്ന് ടെയിൽസ്. ഇവര് 3 പേരും കൂടെയാണ് ഈ ഓട്ട മത്സരം നടത്തുന്നത്. ആ മത്സരം കണ്ടക്ട് ചെയ്യുന്നത് ടോമും മാഡിയും ആണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ വേഗത എന്നാണ് ഇവർ ഈ മത്സരത്തിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ 3 പേരും കൂടെ ഓടാൻ തുടങ്ങി. സോണിക്കിന് നല്ല കോൺഫിഡൻസ് ഉണ്ട് അവൻ തന്നെ ജയിക്കത്തുള്ളൂ എന്ന്. എന്നാൽ ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴാണ് അവൻ ശരിക്കും നിരാശനായി പോകുന്നത്. കാരണം അവനെക്കാളും കുറെ നേരം മുമ്പ് തന്നെ നക്കിൾസും ടെയിൽസും ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് അവനാകെ ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ്. എന്നാൽ അവരുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അവർ തന്നെ പറ്റിച്ചതാണ് എന്ന കാര്യം മനസ്സിലാവുന്നത്. അതായത് അവിടെ നിൽക്കുന്ന നക്കിൾസും ടെയിൽസും അവരുടെ ഒരു വിർച്വൽ പ്രൊജക്ഷൻ ആണ്. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ സോണിക്ക് തിരിച്ച് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ ഓടുകയാണ്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ നക്കിൾസും ടെയിൽസും മാഡിയുടെയും ടോമിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഈ ടോമും കൂട്ടരും അവന് കൊടുത്തൊരു സർപ്രൈസ് ആയിരുന്നു. അതായത് സോണിക് ഭൂമിയിലേക്ക് വന്ന ആനിവേഴ്സറി ഡേ ആണിത്. അതിനുവേണ്ടി ഒരു പാർട്ടിയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ സോണിക്കിന് ശരിക്കും സന്തോഷമായി. അങ്ങനെ ആ പാർട്ടി ആഘോഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം സോണിക്ക് ടോമിനെ വിളിച്ചോണ്ട് പോകുന്നത് അവൻ കുറെ കാലം മുമ്പ് താമസിച്ച ഒരു ഗുഹയ്ക്കുള്ളിലേക്കാണ്. ടോം ആദ്യമായിട്ടാണ് ഈ ഗുഹയും സെറ്റപ്പൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും അത്ഭുതമായി. അങ്ങനെ ടോം അവിടെയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അവിടെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രം കാണുന്നത്. ആ ചിത്രത്തിലുണ്ടായിരുന്നത് സോണിക്കും ലോങ് ക്ലോയും ആയിരുന്നു. ഇതെന്ത് ചിത്രമാണ് എന്നാണ് ടോം ഇപ്പൊ സോണിക്കിന്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് പിന്നെ എന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചില്ല. പക്ഷെ ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്ന കാര്യം എനിക്ക് എപ്പോഴും ഓർമ്മിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാനും ലോങ് ക്ലോയും നിൽക്കുന്ന ഒരു ചിത്രം ഞാനിവിടെ വരച്ചു വെച്ചത്. ലോങ് ക്ലോനെ ഇപ്പൊ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ടോം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ കാര്യം ഓർത്തിട്ട് ലോങ് ക്ലോയ്ക്ക് ശരിക്കും അഭിമാനം തോന്നുന്നുണ്ടാവോ എന്നാണ് സോണിക് ഇപ്പൊ ടോമിന്റെ അടുത്ത് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സോണിക്, ലോങ് ക്ലോ ഇപ്പോഴും നിന്നെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നുണ്ടാവും എന്നാണ് ടോം പറയുന്നത്. ഈ സമയം ടോം സോണിക്കിന് ഒരു ഉപദേശം കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് നിന്റെ ജീവിതത്തിൽ നിനക്ക് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതിലൊന്ന് ചീത്ത തീരുമാനങ്ങളായിരിക്കാം, ഒന്ന് നല്ല തീരുമാനങ്ങളായിരിക്കാം. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നീ നിന്റെ മനസ്സിനെ വേണം വിശ്വസിക്കാൻ, എന്നിട്ട് വേണം അങ്ങനെ ഒരു തീരുമാനം ചൂസ് ചെയ്യാൻ എന്നൊരു ഉപദേശമാണ് ടോം ഇപ്പൊ സോണിക്കിന് കൊടുക്കുന്നത്. ഇതേസമയം തന്നെ ഷാഡോ ആണെങ്കിൽ സിറ്റിയിലാണ് നിൽക്കുന്നത്. അവൻ നോക്കുമ്പോൾ അവിടുത്തെ ഒരു പരസ്യത്തിൽ വർഷം 2024 കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. കാരണം ഈ ഒരു അവസരത്തിലാണ് 50 വർഷമായിട്ട് താൻ ഇവിടെ ട്രാപ്പായി കിടക്കുകയായിരുന്നു എന്ന കാര്യം ഷാഡോയ്ക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് കുറെ പോലീസുകാർ അവനെ പിടിക്കാൻ വരുന്നത്. അത് കാണുമ്പോൾ അപ്പൊ നിങ്ങൾ ആരും എന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ എന്നാണ് ഷാഡോ ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ കണ്ണിൽ ഇങ്ങനെ ഒരു തീക്കനൽ എരിയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സോണിക്കും കൂട്ടരും ഇപ്പോൾ ഒരു സ്ഥലത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത്. ഈ ലേഡിയുടെ പേര് റോക്ക്വെൽ എന്നാണ്.
അവരങ്ങോട്ട് വന്ന ഉടനെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിലെ ടോക്കിയോ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീം സോണിക്ക് ഞങ്ങളുടെ കൂടെ വേണം. അതുകൊണ്ട് ഉടനെ തന്നെ സോണിക്കും കൂട്ടിനും ഞങ്ങളുടെ കൂടെ വരേണ്ടതാണ് എന്നാണ് റോക്ക്വെൽ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ സോണിക്കും കൂട്ടിനും വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ അവർ ടോക്കിയോയിലേക്ക് പുറപ്പെടുകയാണ്. അവർ ടോക്കിയോയുടെ മുകളിലെത്തുമ്പോൾ തന്നെ അവിടെ മൊത്തം കത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അതിൽ നിന്നും വളരെ ഡേഞ്ചറസ് ആണ് അവിടുത്തെ പ്രശ്നം എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം ടെയിൽസ് ആണെങ്കിൽ ഒരു ഹാൻഡ് കഫ് എടുത്തിട്ടുണ്ട്. ഇതൊരു ടൈറ്റാനിയം ഹാൻഡ് കഫ് ആണ്. ഇതങ്ങനെ പെട്ടെന്നൊന്നും തകർത്ത് കളയാൻ സാധിക്കത്തില്ല. അങ്ങനെ ആ സ്ഥലത്തിന്റെ മുകളിലെത്തുമ്പോൾ അവർ വേഗം തന്നെ താഴേക്ക് ചാടുകയാണ്. അങ്ങനെ അവർ താഴേക്ക് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഏരിയ മൊത്തം തകർന്നു കിടക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ ആരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന കാര്യം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് ഒരു വണ്ടി അവരുടെ തലയ്ക്ക് മേലേക്ക് പറന്നു വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ നക്കിൾസ് വേഗം ചെന്നിട്ട് ആ വണ്ടിയെ താങ്ങി നിർത്തുകയാണ്. അതിനുശേഷം വളരെ കൂളായിട്ട് തന്നെ അവൻ അതെടുത്ത് എറിയും ചെയ്യുന്നു. ഈ സമയത്താണ് ഷാഡോയുടെ മാസ് എൻട്രി. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് ടീം സോണിക്ക് ഷാഡോയെ നേരിട്ട് കാണുന്നു. ഷാഡോയെ കണ്ടിട്ട് സോണിക്കിനാണ് ശരിക്കും അത്ഭുതം. കാരണം അവനെപ്പോൾ തന്നെയാണ് ഷാഡോയി ഇരിക്കുന്നത്. ഈ സമയം സോണിക്കാണെങ്കിൽ വളരെ സമാധാനത്തിലാണ് ഷാഡോയോട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം എന്നാണ് സോണിക്ക് പറയുന്നത്. എന്നാൽ ഷാഡോ ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവന്റെ അഹങ്കാരമൊക്കെ കാണുമ്പോൾ അവനെ ഇടിക്കാൻ വേണ്ടി നക്കിൾസ് വേഗം തന്നെ അവന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഷാഡോ അവനെ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ സോണിക്കിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ സോണിക്കും ഷാഡോയും തമ്മിലുള്ള ഒരു ഗംഭീര ഫൈറ്റാണ് നടക്കുന്നത്. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ ടെയിൽസിന്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കഫ് വെച്ചിട്ട് സോണിക്കിനെ ലോക്ക് ചെയ്തതിനു ശേഷമാണ് ഷാഡോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ ആ ഫൈറ്റിന് ശേഷം ടീം സോണിക് കമാൻഡറിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അയാളാണ് ഷാഡോ ആരാണ് എന്ന കാര്യങ്ങളൊക്കെ സോണിക്കിന്റെയും ടീമിന്റെ അടുത്ത് പറയുന്നത്. അതായത് 50 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു മെറ്റിയോർ വന്ന് വീണിട്ടുണ്ടായിരുന്നു. അവരതൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ജീവനുണ്ടെന്ന് മനസ്സിലായി. അതാണ് ഷാഡോ. അങ്ങനെ സയന്റിസ്റ്റുകളൊക്കെ ചേർന്നിട്ട് ഷാഡോയുടെ പവർ ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവന്റെ ആ എനർജി വെച്ചിട്ട് അവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനാണ് തീരുമാനിച്ചത്. പക്ഷെ പിന്നീടാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ഷാഡോയുടെ ആ പവർ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അവന്റെ ആ ശക്തി കാരണം ആ ലാബ് മൊത്തമായിട്ട് തകർന്നുപോയി. മാത്രമല്ല ഒരുപാട് ആളുകൾ അതിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സംഭവത്തിന് ശേഷം ഈ പ്രശ്നം എല്ലാത്തിനും കാരണം ഒരാളാണെന്നും പറഞ്ഞിട്ട് ആ പ്രൊജക്ടിന്റെ ഹെഡായ സയന്റിസ്റ്റിനെ പോലീസ് പിടിച്ചു. പിന്നീടുള്ള കാലം അയാൾ ജയിലിലായിരുന്നു. മാത്രമല്ല വളരെ ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ ഷാഡോയെ അവർ ഐസിന്റെ അകത്താണ് പൂട്ടിയിട്ടത്. കമാൻഡർ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ കറണ്ട് പോകുന്നത്. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതിരിക്കുമ്പോഴാണ് ആ ബിൽഡിങ്ങിന്റെ വെളിയിലായിട്ട് ആ റോബോട്ട്നിക്കിന്റെ ആ എഗ് ഡ്രോൺസ് ഒക്കെ വരുന്നത്. വന്ന ഉടനെ തന്നെ ആ ഡ്രോൺസ് എല്ലാം കൂടെ ആ ബിൽഡിങ്ങിനകത്തേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ ഉൾഭാഗമൊക്കെ തകർത്തതിന് ശേഷം ആ ഡ്രോൺസ് ഒക്കെ ഇപ്പൊ ടീം സോണിക്കിന് നേരെയാണ് പോയിരിക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ അവർക്ക് ശരിക്കും അത്ഭുതമായി. ടെയിൽസ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിനിക്ക് മരിച്ചു പോയതല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ എഗ് ഡ്രോൺസ് ഒക്കെ വീണ്ടും വന്നത് എന്നാണ് ടെയിൽസ് ചോദിക്കുന്നത്. പെട്ടെന്നാണ് ബൈക്കിൽ ഒരാൾ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വന്ന ഉടനെ തന്നെ അയാൾ ആ എഗ് ഡ്രോൺസിന് നേരെ ഒരു ഡിവൈസ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ ഡ്രോൺസ് ഒക്കെ ഡിസേബിൾ ആയി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ പണിയൊക്കെ തീർത്തതിന് ശേഷം ആ ബൈക്കിൽ വന്ന ആൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ സമയം സോണിക്കും ടീമും നേരെ പോകുന്നത് ആ കമാൻഡറിന്റെ അടുത്തേക്കാണ്. പക്ഷെ അയാൾക്ക് നല്ല രീതിയിൽ അപകടം പറ്റിയിട്ടുണ്ട്. ഈ സമയം കമാൻഡർ ആണെങ്കിൽ ഒരു കീ എടുത്തിട്ട് സോണിക്കിന് കൊടുക്കുകയാണ്. അതിനുശേഷം ആ കീ എന്താണെന്ന് പറയാൻ തുടങ്ങി. ഈ പ്ലാനറ്റിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പന്റെ കീ ആണിത്. ഒരു കാരണവശാലും ഈ കീ മറ്റൊരാളുടെ കയ്യിലെത്താൻ പാടില്ല. ഇത് നീ തന്നെ സൂക്ഷിക്കണം എന്നാണ് കമാൻഡർ പറയുന്നത്. അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ റോക്ക്വെല്ലും ടീം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ റോക്ക്വെല് വന്ന ഉടനെ തന്നെ കമാൻഡറിനെയാണ് ചെക്ക് ചെയ്യുന്നത്. അയാളുടെ ശരീരം മൊത്തം പരിശോധിക്കുമ്പോൾ ആ കീ അവിടെ കാണുന്നില്ല. ടീം സോണിക്കിന്റെ ഒരു ഫോട്ടോയാണ് അവർക്ക് കിട്ടുന്നത്. അതിൽ നിന്നും സോണിക്കും ടീമും തങ്ങളെ ചതിച്ച ആ കീ എടുത്തുകൊണ്ട് പോയി എന്നാണ് റോക്ക്വെല് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവള് ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ടീം സോണിക്ക് നേരെ പോകുന്നത് ആ ബൈക്കുകാരന്റെ പുറകിലാണ്. കുറെ നേരത്തെ ചേസിങ്ങിന് ശേഷം അയാൾ ഒരു പാലത്തിന്റെ മുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോൾ അയാൾ ആരാണെന്ന് റിവീൽ ചെയ്യാണ്. അത് ആ റോബോട്ട്നിക്കിന്റെ അസിസ്റ്റന്റ് ആയ ഏജന്റ് സ്റ്റോൺ ആയിരുന്നു. അവനെ കാണുമ്പോൾ ടീം സോണിക്കിന് ശരിക്കും അത്ഭുതമായി. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്തിനാണ് നീ ഷാഡോനെ ഫ്രീ ആക്കിയത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതേക്കുമ്പോ ഞാൻ ഫ്രീ ആക്കിയെന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനും ഡോക്ടറൊന്നും അല്ല അത് ചെയ്തത്. ഞാൻ വേണമെങ്കിൽ അത് തെളിയിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ കയ്യിലുള്ള റിമോട്ടിൽ ഞെക്കാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ കായലിൽ നിന്നൊരു ഞണ്ടാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഞണ്ടിന്റെ രൂപത്തിലിരിക്കുന്ന ഭീമാകാരമായിട്ടുള്ള ഈ ഷിപ്പിനകത്താണ് റോബോട്ടിക് സഞ്ചരിക്കുന്നത്.
അങ്ങനെ ഏജന്റ് സ്റ്റോൺ ടീം സോണിക്കിനെയും കൂട്ടരെയും വിളിച്ചുകൊണ്ട് ആ ഞെണ്ടിന്റെ അകത്തേക്കാണ് പോകുന്നത്. റോബോട്ടിനിക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടാക്കിയ പ്ലാനുകളൊക്കെ ഫെയിൽ ആയതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്തൊരു കണ്ടീഷനിലാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. ഈ സമയത്താണ് സ്റ്റോൺ അങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് നേരത്തെ ആരോ ഡ്രോൺസ് ഉപയോഗിച്ചിട്ട് ആ ബിൽഡിങ്ങിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഈ റോബോട്ടിനിക്കിന്റെ ഡ്രോൺസ് തന്നെയാണ്. പക്ഷെ ആ ഡ്രോൺസ് ഉപയോഗിച്ചത് ആരാണെങ്കിലും ആ കാര്യം ഡോക്ടർ റോബോട്ടിനിക്കിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അത് ആരാണെങ്കിലും ഉടനെ തന്നെ അയാളെ കണ്ടുപിടിക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. അയാൾ ആ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ടെയിൽസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ പറഞ്ഞു വരുന്നത് ഈ റോബോട്ടിനിക്കും നമ്മളും ഒരു ശത്രുവിന്റെ പുറകിലാണെന്നാണോ? നമ്മുടെ ശത്രുവിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് ഇയാളുടെ കൂടെ ചേരുന്നത്? എന്നെ സംബന്ധിച്ചിട്ട് അത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ടെയിൽസ് പറയുന്നുണ്ട്. എന്നാൽ സോണിക്ക് പറയുന്നത് നമുക്ക് ഇയാളെ നമ്മുടെ പാർട്ട്ണർ ആക്കാമെന്നാണ്. അങ്ങനെ അവരുടെ ആ ഡിസ്കഷനൊക്കെ കേൾക്കുമ്പോൾ റോബോട്ടിനിക്ക് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ പാർട്ട്ണറൊക്കെ ആയിക്കോളാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം നീ തരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് റോബോട്ടിനിക്ക് കൈ നീട്ടാണ്. അയാൾ കൈ നീട്ടുമ്പോൾ തന്നെ തന്റെ മുള്ളിന് വേണ്ടിയിട്ടാണ് എന്ന കാര്യം സോണിക്കിന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ ഒരു മുള്ളെടുത്ത് രാക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഷാഡോ നേരെ പോകുന്നത് അവൻ 50 വർഷമായിട്ട് പൂട്ടിട്ടിരിക്കുന്ന ആ സ്ഥലത്തേക്കാണ്. ഗൺ എന്ന പേരിലുള്ള ഒരു ഏജൻസിയിലെ ആൾക്കാരാണ് ഈ ഫെസിലിറ്റി നോക്കി നടത്തുന്നത്. ഈ ഏജൻസിയിൽ പെട്ടതാണ് നമ്മൾ നേരത്തെ കണ്ട കമാൻഡറും റോക്ക്വെല്ലും അങ്ങനെയുള്ള എല്ലാവരും തന്നെ. അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ അവന്റെ ആ കൂട്ടുകാരിയുമായിട്ടുള്ള ഓർമ്മകളൊക്കെ അവന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ മരിയ എന്ന പെൺകുട്ടി ഈ പ്രൊജക്ട് ഷാഡോനെ ഹെഡ് ചെയ്ത ആ സയന്റിസ്റ്റിന്റെ നെഫ്യൂ ആണ്. ഷാഡോനെ 50 വർഷങ്ങൾക്ക് മുമ്പ് ആ കണ്ടെയ്നറിനകത്താക്കിയ സമയത്താണ് ഈ മരിയ അവൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം അവർ തമ്മിൽ ശരിക്കും കൂട്ടായി. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു അവർ. ഒരു ദിവസം രാത്രി ഇവർ രണ്ടുപേരും ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി കിടക്കുകയാണ്. ഈ സമയത്താണ് മരി അവന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. നോക്ക് ഷാഡോ, നിനക്കൊരു കാര്യം അറിയോ? എന്റെ ഗ്രാൻഡ് ഫാദർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ചിലതിന്റെങ്കിലും പ്രകാശം ഭൂമിയിലെത്താൻ 1000 വർഷങ്ങൾ എടുക്കുമെന്നാണ്. അതായത് നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളിൽ പലതും ഇപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരിക്കത്തില്ല എന്നാണ് ആ നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ട് മരി ഇപ്പൊ അവന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഒരു നക്ഷത്രം ഇല്ലാതായാലും അതിന്റെ പ്രകാശം അവശേഷിക്കുന്നതാണോ? അതേ ഷാഡോ, ഒരു നക്ഷത്രം ഇല്ലാതായാലും അതിന്റെ പ്രകാശം അവശേഷിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നതാണ്? അവൾ വീണ്ടും ചോദിക്കുന്നു. അതെനിക്ക് അറിയത്തില്ല മരിയ, ഞാൻ എങ്ങനെയോ ഈ ഭൂമിയിലേക്ക് എത്തിപ്പെട്ടതാണ്. പക്ഷെ നിനക്കറിയോ, ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ വലിയൊരു ഭീകരജീവിയായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയായിരിക്കോ? ഞാനൊരു ദുഷ്ടനാണോ? ഞാൻ കാരണം ഈ ഗ്രഹത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയാണ് ഷാഡോ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നോക്ക് ഷാഡോ, നീ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. ചിലപ്പോൾ 2 തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരം നിനക്ക് വരാം. അതിലൊന്ന് ചീത്തതാവാം, മറ്റേത് നല്ലതാവാം. എന്ത് തീരുമാനം എടുക്കുമ്പോഴും നീ നിന്റെ മനസ്സിനെ അനുസരിക്കുക എന്നൊരു ഉപദേശം കൂടെ മരിയ ഇപ്പോൾ അവന് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷാഡോന് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അങ്ങനെ അവൻ നേരെ ചെല്ലുന്നത് അവനെ പൂട്ടിയിട്ടിരുന്ന ആ കണ്ടെയ്നറിന്റെ അടുത്തേക്കാണ്. അവൻ അതെല്ലാം നോക്കി നിൽക്കുമ്പോഴാണ് അവന്റെ ആ പ്രൊഫസർ അങ്ങോട്ട് വരുന്നത്. അയാളെ കാണുമ്പോൾ ഷാഡോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നു പ്രൊഫസർ, അവളുടെ ഓർമ്മകൾ എന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല എന്നാണ് ഷാഡോ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവരാണ്, അതിനുള്ള പണി അവർക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ എന്നാണ് പ്രൊഫസർ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ എഗ് ഡ്രോൺസിനെ ട്രാക്ക് ചെയ്ത് പ്രൊഫസറും ടീം സോണിക്കും കൂടെ ആ ഫെസിലിറ്റിക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഉടനെ തന്നെ ആ ഫെസിലിറ്റിക്ക് അകത്തേക്ക് നടക്കാൻ തുടങ്ങി. അതിനുള്ളിലേക്ക് കയറിയതിനു ശേഷം അവർ 3 ടീമായിട്ടാണ് അവിടെ മൊത്തം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഷാഡോ ഓരോ ടീമിന്റെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം റോബോട്ടിനിക്കിനൊഴികെ ബാക്കി എല്ലാവരെയും അവൻ പിടിച്ചോണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ റോബോട്ടിനിക്ക് ഇപ്പൊ നേരെ ചെന്ന് പെടുന്നത് ആ പ്രൊഫസറിന്റെ മുന്നിലേക്കാണ്. അയാളെ കാണാൻ റോബോട്ടിനിക്കിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും അത്ഭുതമായി. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പോലെ ഇരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ഈ സമയത്താണ് ആ പ്രൊഫസർ ആരാണ് എന്ന കാര്യം അയാൾ പറയുന്നത്. അയാളുടെ പേര് ജെറാൾഡ് റോബോട്ടിനിക് എന്നാണ്. അതായത് ഈ റോബോട്ടിനിക്കിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് അയാൾ. ഈ റോബോട്ടിനിക് വിചാരിച്ചിരുന്നത് അവന് സ്വന്തക്കാരായിട്ട് ആരുമില്ല എന്നാണ്. ഇപ്പൊ തനിക്കൊരു ഗ്രാൻഡ് ഫാദർ ഉണ്ട് എന്ന് പറയുമ്പോൾ അയാൾക്ക് ശരിക്കും സന്തോഷമായി. നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊക്കെയാണ് റോബോട്ടിനിക് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ 50 വർഷമായി എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് റിലീസായിരിക്കുന്നത്. നിന്റെ ഡ്രോണുകൾ ഉപയോഗിച്ച് നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഞാൻ തന്നെയാണ്. എനിക്ക് നിന്നെ വെച്ച് ചില പ്ലാനുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജെറാൾഡ് അവനെയും കൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അവർ നേരെ പോകുന്നത് ആ ഫെസിലിറ്റിക്കകത്തെ മറ്റൊരു റൂമിലേക്കാണ്. സോണിക്കിനെയും ടീമിനെയും ഷാഡോ അവിടെയാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർക്കിപ്പോ വേണ്ടത് സോണിക്കിന്റെ കയ്യിലുള്ള ആ കമാൻഡർ കൊടുത്ത കീ ആണ്. ഷാഡോ ഉടനെ തന്നെ ആ കീ അവന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ ജെറാൾഡ് അയാളുടെ പ്ലാൻ പറയുന്നത്. ഇവരെ ഈ അവസ്ഥയിലാക്കിയത് ഈ ഗൺ എന്ന് പറയുന്ന ഏജൻസിയാണ്. ഈ ഏജൻസിക്ക് വേണ്ടിയിട്ട് ജെറാൾഡ് ഒരു വെപ്പൺ ഉണ്ടാക്കി കൊടുത്തിരുന്നു. എക്ലിപ്സ് കാനോൺ എന്നാണ് അതിന്റെ പേര്. ആ കാനോൺ ഉപയോഗിച്ചിട്ട് ഭൂമിയിലെ ഏത് ഭാഗത്തുള്ള എവിടെ വേണമെങ്കിലും നശിപ്പിക്കാൻ സാധിക്കും. അതിന് 2 കീ ആണുള്ളത്. അതിലൊരു കീ ആണ് ഇപ്പൊ സോണിക്കിന്റെ കയ്യിലുള്ളത്. രണ്ടാമത്തെ കീ ഇരിക്കുന്നത് ആ ഗൺ എന്ന ഏജൻസിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. ആ കീയും കൂടെ അവിടെ നിന്ന് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ആ എക്ലിപ്സ് കാനോന്റെ കൺട്രോൾ ഈ ജെറാൾഡിന് കിട്ടും. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആ ഗണ്ണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്ത് കളയണം എന്നാണ് ജെറാൾഡ് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ റോബോട്ടിക്കിന് ഇൻട്രസ്റ്റ് ആയി. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് അവൻ പറയുന്നത്.
അങ്ങനെ അവർ ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയത്താണ് ഷാഡോ അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ നോക്ക് ഷാഡോ, ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നീ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരിക്കലും നീ ആ സയന്റിസ്റ്റിന്റെ കൂടെ നിൽക്കരുത്. അത് ഈ ലോകത്തിന് മുഴുവൻ നാശം മാത്രമേ വരുത്തത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് നീ കേൾക്കണം എന്നൊക്കെ സോണിക് അവിടെ നിന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ ഇല്ല സോണിക്, 50 വർഷമായി അത്രയും വലിയൊരു വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരിയപ്പ എന്നെ വിട്ടുപോയി. ഇതിനൊക്കെ കാരണം ആ ഗണ്ണിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ നശിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു ചെറിയ ഡിവൈസ് എടുത്ത് താഴേക്കിടാണ്. അതിനുശേഷം അവൻ അവിടെ ഒന്ന് പോവുകയും ചെയ്യുന്നു. ആ ഡിവൈസ് എന്ന് പറയുന്നത് ചെറിയൊരു ബ്ലാക്ക് ഹോൾ ആയിരുന്നു. അത് ഉടനെ തന്നെ ആ ബിൽഡിങ്ങിലുള്ള സകല സാധനങ്ങളും വലിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ ബ്ലാക്ക് ഹോൾ എല്ലാം വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ടീം സോണിക്കിനെ അതിന്റെ അകത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. അതിനിടയിൽ നക്കിൾസ് ആണെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു കയറിൽ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് സോണിക് ഒരു കാര്യം ചെയ്യുന്നത്. ടെയിൽസിന്റെ അടുത്ത് അവരുടെ ഒരു റിംഗ് ഉണ്ട്. അവൻ ഉടനെ തന്നെ ആ റിംഗ് എടുത്തിട്ട് ആ ബ്ലാക്ക് ഹോളിന് നേരെ എറിയാണ്. അങ്ങനെ അത് ആ ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നക്കിൾസ് ആണെങ്കിൽ ആ കയറിൽ നിന്ന് പിടിവിട്ടിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവരെ 3 പേരെയും ആ ബ്ലാക്ക് ഹോൾ വലിച്ചെടുക്കാൻ തുടങ്ങി. എന്നാൽ പൂർണ്ണമായിട്ടും അവർ ആ ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ റിംഗ് അവിടെ ഓപ്പൺ ആയിട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ അവർ ആ റിംഗിന്റെ അകത്തുകൂടെ ആ സ്ഥലത്ത് നിന്നും പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. അവര് നോക്കുമ്പോ ആ മിലിറ്ററി ബേസ് മൊത്തത്തിൽ ആ ബ്ലാക്ക് ഹോൾ വലിച്ചെടുക്കുന്നതാണ് കാണുന്നത്. കഷ്ടിച്ചാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും സമാധാനത്തിലിരിക്കുകയാണ്. അങ്ങനെ ടീം സോണിക് ഒരു റിംഗ് ഉപയോഗിച്ചിട്ട് നേരെ പോകുന്നത് ടോമിന്റെ മാഡിയുടെ അടുത്തേക്കാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്, അതിന് നിങ്ങളും ഞങ്ങളെ സഹായിച്ചേ പറ്റൂ എന്നാണ് ടീം സോണിക് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ പിന്നെന്താ, ഞങ്ങൾ അതിന് തയ്യാറാണ് എന്നാണ് ടോമും മാഡിയും പറയുന്നത്. അങ്ങനെ സോണിക് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അതായത് അവർക്ക് പോകേണ്ടത് ലണ്ടനിലെ ഗൺ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ്. അതിനകത്താണ് ആ 2ാമത്തെ കീ ഇരിക്കുന്നത്. പക്ഷെ അതിനകത്തേക്ക് കയറി പറ്റുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. കാരണം ആ ഹെഡ്ക്വാർട്ടേഴ്സിന് ചുറ്റുമായിട്ട് ഒരു ഷീൽഡ് ഉണ്ട്. ആരെങ്കിലും അതിനകത്തേക്ക് അതിക്രമിച്ച് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഷീൽഡ് അവിടെ പ്രത്യക്ഷപ്പെടും. അങ്ങനെ വരുമ്പോൾ അതിൽ തട്ടി ആള് മരിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ടത് ആരെങ്കിലും ആ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അകത്ത് കയറിയിട്ട് ആ ഷീൽഡ് ഡിസേബിൾ ചെയ്യണം. അതിന് ചെയ്യേണ്ടത് ആ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അകത്ത് ഒരു പ്രത്യേക സ്ഥാനത്ത് ഒരു പെൻഡ്രൈവ് ഘടിപ്പിക്കണം. ആ പെൻഡ്രൈവ് അവിടെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ആക്സസ് ടെയിൽസിന് കിട്ടും. അങ്ങനെ വരുമ്പോൾ അവൻ ഈസി ആയിട്ട് ആ ഷീൽഡ് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ആ ഒരു ജോലി ചെയ്യേണ്ടത് ടോമും മാഡിയുമാണ്. അവരെങ്ങനെയെങ്കിലും ആ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അകത്തേക്ക് നുഴഞ്ഞു കയറണം. ഇനി 2ാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിനകത്തുള്ള ലേസേഴ്സ് ആണ്. ആ ലേസേഴ്സ് ദേഹത്ത് തട്ടിക്കഴിഞ്ഞാലും ആൾ അപ്പം തന്നെ പീസായി പോകും. ആ ലേസേഴ്സ് ഇരിക്കുന്ന ഹാളിന്റെ അപ്പുറത്താണ് വോൾട്ട് ഉള്ളത്. അവിടെയാണ് 2ാമത്തെ കീ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ അതിനകത്തേക്ക് എങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് നമ്മൾ ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഏരിയയിൽ എന്താണുള്ളത് എന്ന കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല. അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ചിത്രങ്ങളോ അതുപോലെ എന്തെങ്കിലും ഡാറ്റേഴ്സോ ഒന്നും തന്നെ ഗൺസിന്റെ ഡാറ്റാബേസിലില്ല. അതെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് നേരിട്ട് ചെന്നാലേ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ മാഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ സോണിക്കിന് പോയിട്ട് നമ്മുടെ പണ്ടത്തെ ആ എമറാൾഡ് എടുത്തൂടെ? അതിന്റെ ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിനക്ക് ആ ഗോൾഡൻ സോണിക്കായിട്ട് മാറാൻ പറ്റുമല്ലോ. അങ്ങനെ വരുമ്പോൾ നിനക്ക് ഈസി ആയിട്ട് അതിനകത്തേക്ക് കയറിക്കൂടെ എന്നാണ് മാഡി ചോദിക്കുന്നത്. എന്നാൽ സോണിക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമറാൾഡ് സൂക്ഷിച്ചിരിക്കുന്നത് നക്കിൾസ് ആണ്. അത് ഒരുപാട് പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ഒരിക്കലും ഇനി ഉപയോഗിക്കത്തില്ല എന്ന അവർ പരസ്പരം ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മെഷീന് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നാണ് സോണിക്കും നക്കിൾസും പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്നാ പിന്നെ അത് വിട്ടേക്ക്, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവർ ഉടനെ തന്നെ ലണ്ടനിലേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ റോബോട്ട്നിക്കും ടീമും ലണ്ടനിൽ ആ ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ താഴെയായിട്ട് ഒരു ഡ്രെയിനേജ് ഉണ്ട്. അവിടെയാണ് ഡോക്ടറിന്റെ ആ ക്രാബിനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ ഡ്രെയിനേജിന്റെ ഓപ്പണിങ്ങിലൂടെയാണ് അവരിപ്പോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ എത്തിക്കഴിയുമ്പോൾ ഷാഡോ സംസാരിക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഇതിന്റെ അകത്തേക്ക് പോയിക്കോളാം, എന്നിട്ട് ആ കീ എടുത്തിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് മൊത്തം പണി കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അതിനുശേഷം നമുക്ക് ഈ ഹെഡ്ക്വാർട്ടേഴ്സ് മൊത്തം തകർത്ത് കളയാം എന്നാണ് ഷാഡോ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ ഒന്ന് അടങ്ങ് ഷാഡോ, നീ ഇപ്പൊ എങ്ങോട്ടും പോകണ്ട, നീ ഇപ്പൊ സ്റ്റോണിന്റെ കൂടെ ഇവിടെ നിൽക്ക്, ഈ കാര്യം ഞാനും റോബോട്ടിനിക്ക് നോക്കിക്കോളാം, എന്നിട്ട് ആ കീ എടുത്തതിന് ശേഷം നിനക്ക് നിന്റെ പ്രതികാരം ചെയ്യാൻ അവസരം തരാം എന്നാണ് ജെറാൾഡ് പറയുന്നത്. അങ്ങനെ റോബോട്ടിനിക്കും ജെറാൾഡും കൂടെ 2 പ്രത്യേകതരം സ്യൂട്ടും എടുത്തിട്ടാണ് ആ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അകത്തേക്ക് പോകുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ടീം സോണിക്കും ആ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പരിസരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഹാക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരുന്നിട്ട് ടെയിൽസ് ആണ് ചെയ്യുന്നത്. ടോമും മാഡിയുമാണ് ഇപ്പൊ ആ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അകത്തേക്ക് കയറുന്നത്. പക്ഷെ അവർക്ക് ഈ ഒരു കോലത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതിനുവേണ്ടി അവർ മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ടെയിൽസ് അവർക്ക് ഒരു ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. ആ ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആരുടെ രൂപത്തിലേക്ക് മാറാൻ സാധിക്കും. അങ്ങനെ മാഡി ഉടനെ തന്നെ ആ ഡിവൈസ് ഉപയോഗിച്ചിട്ട് അവളുടെ സിസ്റ്ററായ റേച്ചലിന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. ടോം ആണെങ്കിൽ അവളുടെ ഹസ്ബൻഡിന്റെ രൂപത്തിലേക്ക് മാറുന്നു. അങ്ങനെ അവർ ഉടനെ തന്നെ ആ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അകത്തെത്തി കഴിഞ്ഞതിന് ശേഷം അവർ പഴയ രൂപത്തിലേക്ക് തന്നെ വരുന്നു. അങ്ങനെ അവിടെയുള്ള കാവൽക്കാരെയൊക്കെ കബളിപ്പിച്ചിട്ട് അവർ നേരെ പോകുന്നത് ആ USB ഇൻസേർട്ട് ചെയ്യേണ്ട സ്ഥലത്തേക്കാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ടെയിൽസ് പറഞ്ഞത് പ്രകാരം അവർ ആ USB ഇൻസേർട്ട് ചെയ്യാണ്. എന്നാൽ ഈ സമയത്താണ് മറ്റൊരു പെൻഡ്രൈവ് അവിടെ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം ടോമും മാഡിയും ശ്രദ്ധിക്കുന്നത്. അത് റോബോട്ടിക്കിന്റെ പെൻഡ്രൈവ് ആണ്. അത് ഓണായിട്ടുണ്ട്.
ഇതേ സമയം തന്നെ റോബോട്ടിക്കും ജെറാൾഡും കൂടെ ആ ഫെസിലിറ്റിക്ക് അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ടെയിൽസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ ഡ്രൈനേജിന്റെ താഴെയായിട്ട് റോബോട്ടിക്കിന്റെ ആ ക്രാബ് ഉണ്ടല്ലോ, അതിനകത്താണ് സ്റ്റോണും ഷാഡോയും നിൽക്കുന്നത്. ടെയിൽസ് ഇപ്പൊ ആ ക്രാബിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രൈനേജിലേക്ക് മൊത്തം വെള്ളം കടത്തി വിടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ ക്രാബ് അവിടെ നിന്ന് തെറിച്ചു പോവുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും റോബോട്ടിക്കും ജെറാൾഡും കൂടെ ആ ലേസേഴ്സ് ഉള്ള ഹാളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ സ്യൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. ആ ലേസേഴ്സ് ആ സ്യൂട്ടിനെ ബാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് അവർ ആ ലേസേഴ്സ് ഒക്കെ ക്രോസ് ചെയ്ത് ആ വാൾട്ടിന്റെ മുന്നിലെത്തി. അവർ ആ വാൾട്ടിന്റെ മുമ്പിലെത്തിയ കാര്യം ടെയിൽസിനും കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ സോണിക്കിനെ വിളിച്ച് കാര്യം പറയാണ്. അത് കേട്ട ഉടനെ തന്നെ സോണിക് ആ ഹെഡ് ക്വാർട്ടേഴ്സിന് നേരെ ഓടാൻ തുടങ്ങി. പക്ഷെ ടെയിൽസ് ആണെങ്കിൽ ഇതുവരെയായിട്ടും അവിടുത്തെ ഷീൽഡ് ഡിസേബിൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഷീൽഡ് പൂർണ്ണമായിട്ടും ആ ഹെഡ് ക്വാർട്ടേഴ്സിനെ മൂടുന്നതിന് മുമ്പ് സോണിക്കിന് അതിനകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. ഇനി ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ അവിടെയുള്ളൂ. എന്നാൽ പെട്ടെന്നാണ് ടെയിൽസ് വന്നിട്ട് സോണിക്കിന് ഒരു ഇടി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഗ്യാപ്പ് വഴി സോണിക് അകത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ സോണിക് പെട്ടെന്ന് തന്നെ റോബോട്ടിക്കിന്റെയും ജെറാൾഡിന്റെയും അടുത്തേക്ക് എത്തി. അവൻ അങ്ങോട്ട് വന്നു കാണുമ്പോൾ അവർ വേഗം തന്നെ ആ കീയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. എന്നാൽ ആ കീ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് പെട്ടെന്ന് അവർ താഴേക്ക് വീണു പോകുന്നത്. അവിടെ എന്തോ ഒരു മെക്കാനിസം ഓൺ ആയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് സോണിക്കും അങ്ങോട്ട് വരുന്നത്. എന്നാൽ അവൻ താഴേക്ക് വീഴല്ല ചെയ്യുന്നത്. അതിനു പകരം അവനിങ്ങനെ മുകളിലേക്ക് ഫ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് റോക്ക്വെൽ അങ്ങോട്ട് വരുന്നത്. അവൾ അവിടുത്തെ ആ മെക്കാനിസത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ആ ഒരു റൂമിന്റെ അകത്ത് പ്രത്യേക തരത്തിലുള്ള ഗ്രാവിറ്റിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് അതിനകത്തേക്ക് ആരെങ്കിലും പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ അവിടെ ലൈറ്റ് വരികയാണെങ്കിൽ അവർ താഴേക്ക് വീണുപോകും. എന്നാൽ ഗ്രീൻ ആണെങ്കിൽ ഗ്രാവിറ്റി മാറി അവർ മുകളിലേക്ക് വരും. ഇതാണ് അവിടുത്തെ ആ മെക്കാനിസം. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൾ വേഗം ചെന്നിട്ട് ആ രണ്ടാമത്തെ കീ അവിടെ നിന്ന് എടുക്കുകയാണ്. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തായിരുന്നു. എന്തായാലും ഈ ട്രാപ്പിലേക്ക് വന്ന് വീണതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ആ കീ അവിടെ നിന്ന് എടുക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും വേറെയും കുറെ ഏജന്റുകളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അവർ ടോമിനെയും മാഡിയെയും അതുപോലെ ടെയിൽസിനെ അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. സോണിക്കിനും റോബോട്ടിക്കിനും ആണെങ്കിൽ അവിടെ നിന്നൊന്നും അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. അവരവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു നിന്ന് നക്കിൾസും കേൾക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഹെഡ് ക്വാർട്ടേഴ്സിന് നേരെ പറക്കാൻ തുടങ്ങി. അതിനുശേഷം അവിടെ മൊത്തം തകർത്തിട്ട് അതിനകത്തേക്ക് കയറാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും അവിടെ ഒന്ന് തെറിച്ചു പോവുകയും ചെയ്യുന്നു. ഈ സമയം ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ സോണിക്കിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ നക്കിൾസിന്റെ കയ്യിൽ ആ ഗ്രാവിറ്റി ഓണാക്കുന്ന ഡിവൈസ് കിട്ടിയിട്ടുണ്ട്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിടിച്ച് ഞെക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ ഡിവൈസ് അങ്ങോട്ട് തകർന്നു പോവാണ്. അത് തകർന്നു പോയതുകൊണ്ട് ആ ഏരിയയിലെ ഗ്രാവിറ്റിയുടെ മൊത്തം സെറ്റപ്പ് ഓണാവാൻ തുടങ്ങി. കുറെ ആൾക്കാർ മുകളിലേക്ക് പറന്നു വരുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ആ ഫ്ലോറിലേക്ക് വീണു പോവാണ്. അതിനിടയിൽ ആ കീ ആണെങ്കിൽ അങ്ങോട്ട് തെറിച്ചു പോയിട്ടുണ്ട്. അത് കണ്ട ഉടനെ തന്നെ റോബോട്ടിക് ആണെങ്കിൽ അത് എടുക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് ഞെരങ്ങാൻ തുടങ്ങി. അത് കാണുന്ന റോക്ക്വെല്ലും അത് എടുക്കാൻ വേണ്ടി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മുകളിൽ നിന്നും ഒരു വലിയ കോൺക്രീറ്റ് കഷ്ണം താഴേക്ക് വീഴുന്നത്. അതിപ്പോ നേരെ വീണുകൊണ്ടിരിക്കുന്നത് ടോമിന്റെ നേർക്കാണ്. അത് കണ്ട ഉടനെ തന്നെ സോണിക് ആണെങ്കിൽ അവന്റെ സകല ശക്തിയും എടുക്കാൻ തുടങ്ങി. അവനിപ്പം ആ ബോളിന്റെ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ഓടി ചെന്നിട്ട് ആ കോൺക്രീറ്റ് കഷ്ണം ഇടിച്ച് തെറിപ്പിച്ച് കളയാണ്. ആ ഒരു ഫോഴ്സിൽ അവിടുത്തെ ആ ഗ്രാവിറ്റി മൊത്തം ഡിസേബിൾ ആയി പോകുന്നു. അങ്ങനെ ഗ്രാവിറ്റി ഒക്കെ ഡിസേബിൾ ആയി കഴിയുമ്പോൾ റോക്ക്വെല് വേഗം തന്നെ ആ കീ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം ടോമും കൂട്ടരും കാണുന്നുണ്ട്. ആ കീ എങ്ങനെ എടുക്കണം എന്ന് എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് ടോമും അവളുടെ പുറകെ പോവാണ്. അവനിപ്പം ആ ഡിവൈസ് ഉപയോഗിച്ചിട്ട് മരിച്ചുപോയ കമാൻഡറിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു രൂപത്തിലാണ് ടോം ഇപ്പോൾ റോക്ക്വെല്ലിന് മുന്നിലേക്ക് ചെല്ലുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. അപ്പൊ നിങ്ങൾ മരിച്ചു പോയിട്ടില്ലായിരുന്നോ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഇല്ല റോക്ക്വെൽ, ഞാൻ മരിച്ചിട്ടില്ല. നിന്റെ കയ്യിലല്ല കീ ഇരിക്കുന്നത്, അത് ഉടനെ തന്നെ എനിക്ക് തരണം എന്നാണ് അയാൾ പറയുന്നത്. തന്റെ കമാൻഡർ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ ആ കീ എടുത്തിട്ട് ടോമിന് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ റോക്ക്വെൽ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഷാഡോ ടോമിന്റെ മുന്നിലേക്ക് വരുന്നത്. ടോം ഇപ്പൊ നിൽക്കുന്നത് ആ കമാൻഡറിന്റെ രൂപത്തിലാണല്ലോ. ഈ ഷാഡോയ്ക്ക് ഈ കമാൻഡറിന്റെ അടുത്ത് പണ്ട് മുതലേ ദേഷ്യമാണ്. കാരണം അയാളും ചേർന്നിട്ടാണ് അവൻ ഇത്രയും വർഷമായിട്ട് പൂട്ടിയിട്ടത്. ആ ഒരു ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ഷാഡോ ഉടനെ തന്നെ ചെന്നിട്ട് ടോമിന് ഒരു ഒറ്റ ഇടി കൊടുക്കുകയാണ്. ആ ഒറ്റ ഇടിയിൽ തന്നെ ടോമിന്റെ ബോധം പോയിട്ടുണ്ട്. അങ്ങനെ ഷാഡോ ഉടനെ തന്നെ കീ എടുത്തു. ഈ സമയമാകുമ്പോഴേക്കും ടോം ആണെങ്കിൽ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. അത് കണ്ട് ഷാഡോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് സോണിക് അങ്ങോട്ട് വരുന്നത്. അവൻ നോക്കുമ്പോൾ ടോം ആണെങ്കിൽ ബോധമില്ലാതെ അവിടെ കിടക്കുന്നതാണ് കാണുന്നത്. ഈ സോണിക്കിനെ സംബന്ധിച്ചിട്ട് ടോം എന്ന് പറയുന്ന അവന്റെ ഗാർഡിയൻ ആണ്. അതുകൊണ്ട് തന്നെ സോണിക്കിന് ശരിക്കും സങ്കടം വരാൻ തുടങ്ങി. അവനിങ്ങനെ ടോമിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഷാഡോയും കാണുന്നുണ്ട്. സോണിക് അവനിങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കാണുമ്പോൾ ഷാഡോയ്ക്ക് ഓർമ്മ വരുന്നത് മരിയയുടെ കാര്യമാണ്. ഒരിക്കൽ മരിയയും ഈ സിറ്റുവേഷനിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഷാഡോ അവളെ എഴുന്നേൽപ്പിക്കാനും ശ്രമിച്ചതാണ്. എന്നാൽ അന്ന് അവൾ മരിച്ചുപോയി. ഈ ഒരു കാര്യമാണ് ഷാഡോയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്.
ഈ സമയത്താണ് സോണിക്ക് ഷാഡോയ്ക്ക് നേരെ തിരിയുന്നത്. നീ എന്താടാ ഇവനെ ചെയ്തത് എന്നാണ് സോണിക്ക് ദേഷ്യത്തോടെ ചോദിക്കുന്നത്. അതേക്കുമ്പോ ഞാൻ ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഷാഡോ ആ കീയും കൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. ഈ സമയമാകുമ്പോഴേക്കും ടീം സോണിക്കിൽ എല്ലാവരും തന്നെ ടോമിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ അവിടുത്തെ ആ പട്ടാളക്കാരൊക്കെ ആ റോബോട്ടിനിക്കിനും ജെറാൾഡിനും നേരെ തൂക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഷാഡോ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ എല്ലാ പട്ടാളക്കാരെയും ഇടിച്ചു വീഴ്ത്താണ്. അതിനുശേഷം ആ കീ എടുത്തിട്ട് ജെറാൾഡിന് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കീയുമായിട്ട് ജെറാൾഡ് അവരെയും കൊണ്ടുപോകുന്നത് അയാളുടെ എക്ലിപ്സ് കാനോന്റെ അകത്തേക്കാണ്. വളരെ വലിയൊരു വെപ്പണാണത്. അതിനകത്താണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവർക്ക് ധരിക്കാൻ വേണ്ടി അതിനകത്ത് 2 സ്യൂട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് റോബോട്ടിനിക് ആണെങ്കിൽ ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും നേരത്തെ ടെയിൽസ് ആ വെള്ളമൊക്കെ കടത്തിവിട്ടുകൊണ്ട് ആ ക്രാബ് ഇപ്പൊ തകർന്ന കായലിലാണ് കിടക്കുന്നത്. സ്റ്റോൺ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അവൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കരയിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ റോബോട്ടിനിക്കും ജെറാൾഡും കൂടെ ആ സ്യൂട്ടൊക്കെ ധരിച്ചു. ഈ സമയത്താണ് സ്റ്റോൺ റോബോട്ടിനിക്കിനെ വിളിക്കുന്നത്. അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ആ ജെറാൾഡ് പറഞ്ഞതുപോലെയല്ല അയാൾ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അയാൾ നമ്മളുടെ അടുത്ത് കളവ് പറയായിരുന്നു. ഷാഡോ ആണ് എൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞത്. അവർക്ക് വേറെ എന്തൊക്കെയോ വലിയ പ്ലാനുകളാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടെ എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് സ്റ്റോൺ പറയുന്നത്. എന്നാൽ റോബോട്ടിനിക് ആണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല. അയാൾ അവനെ കുറെ തെറിയും പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ജെറാൾഡ് ഉടനെ തന്നെ ആ വെപ്പൺ മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. അത് നേരെ സ്പേസിലേക്ക് കൊണ്ടുപോകാനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ആ ഭീമാകാരമായ സാധനങ്ങൾ മുകളിലേക്ക് ഉയർന്നു വന്ന് കണ്ട് അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. സോണിക്കും കൂട്ടരുതെല്ലാം കാണുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അവർ ഉടനെ തന്നെ ടോമിന് ഒരു ആംബുലൻസ് കയറ്റിയിട്ട് മാഡിയുടെ കൂടെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം സോണിക്കും കൂട്ടരും എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് നേരത്തെ മാഡി പറഞ്ഞതുപോലെ ആ എമറാൾഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ കാര്യമാണ് സോണിക്ക് ഇപ്പൊ നക്കിൾസിന്റെ അടുത്ത് പറയുന്നത്. ആദ്യമൊന്നും സമ്മതിക്കത്തില്ലെങ്കിലും സോണിക്ക് ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ അവൻ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ നക്കിൾസ് പറഞ്ഞത് പ്രകാരം സോണിക്ക് ഇപ്പൊ ആ എമറാൾഡ് സൂക്ഷിച്ചിരിക്കുന്ന ആളുടെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം ആ എമറാൾഡ് അയാളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് അതിന്റെ ശക്തി വെച്ച് അവൻ ആ ഗോൾഡൻ സോണിക്കിന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതേ സമയം തന്നെ ജെറാൾഡും ഷാഡോയും ആ വെപ്പന്റെ അകത്ത് നിന്നൊരു ഡിസ്കഷനിലാണ്. നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് തന്നെയായിരിക്കോ ശരിക്കും മറിയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണ് മറിയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതല്ല. അവരവളോട് ചെയ്തതിന് നമ്മളൊരു പ്രതികാരമാണ് ചെയ്യാൻ പോകുന്നത്. ഇവര് കാരണമാണ് നമ്മുടെ മരിയ മരിച്ചുപോയത്. അതുകൊണ്ട് അതിനുള്ള ശിക്ഷ ഈ ഭൂമിയിലുള്ള എല്ലാവരും അനുഭവിച്ചേ പറ്റൂ എന്നൊക്കെയാണ് ജെറാൾഡ് പറയുന്നത്. അതായത് അയാൾ പ്ലാൻ ചെയ്യുന്നത് ആ വെപ്പൺ വെച്ചിട്ട് ഭൂമി മൊത്തത്തിൽ നശിപ്പിച്ച് കളയാന്നുള്ളതാണ്. മരിയയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഷാഡോ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയം ഷാഡോ ഓർക്കുന്നത് മരിയയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നാണ്. അതായത് ഒരു ദിവസം മരിയയും ഷാഡോയും ആ ഫെസിലിറ്റിക്കകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജെറാൾഡ് അവരുടെ അടുത്തേക്ക് വരുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ കൊല്ലും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് കുറെ പട്ടാളക്കാർ വന്നിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ കുറെ എക്സ്പ്ലോസീവ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവർ ഷൂട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അതൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ആ പൊട്ടിത്തെറിയിലാണ് മരിയ മരിച്ചുപോയത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോ ഓർമ്മ വരുന്നത്. അങ്ങനെ ശരിക്കും ദേഷ്യത്തിലിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ അവന്റെ സകല ശക്തി ഉപയോഗിച്ചിട്ട് ആ വെപ്പന്റെ റിയാക്ടർ കോർ ചാർജ് ചെയ്യാൻ തുടങ്ങി. ആ പവർ വെച്ചിട്ടാണ് ആ വെപ്പൺ വർക്ക് ചെയ്യേണ്ടത്. ഈ സമയത്താണ് ജെറാൾഡ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ റോബോട്ടിനിക്കിന്റെ അടുത്ത് പറയുന്നത്. ഭൂമി മൊത്തത്തിൽ നശിപ്പിക്കാൻ പോവാന്ന് കേൾക്കുമ്പോൾ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഈ ഭൂമി നശിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഞാൻ ശ്രമിക്കുന്നത് ഇവിടെയുള്ള മനുഷ്യരുടെ ലീഡർ ആവാനാണ്. നിങ്ങളിപ്പോ ഇത് നശിപ്പിക്കാനാണോ ശ്രമിക്കുന്നത്? ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല എന്നാണ് റോബോട്ടിനിക് പറയുന്നത്. എന്നാൽ ജെറാൾഡും അതിന് സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകം നശിപ്പിക്കാൻ എനിക്കെന്തിനാണ് നിന്റെ സമ്മതം? ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഞാൻ ഒറ്റയ്ക്കാണ്. നിന്നെ കൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല. അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നടത്തിക്കോളാം എന്നാണ് ജെറാൾഡ് പറയുന്നത്. അങ്ങനെ അവരതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സോണിക് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ ഷാഡോയാണ് പിടിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഷാഡോ ഒരൊറ്റ ഇടി കൊടുക്കുമ്പോൾ തന്നെ സോണിക്കിന്റെ ശരീരത്തിൽ നിന്നും ആ 7 കല്ലുകളും പുറത്തേക്ക് തെറിച്ചു വീഴാണ്. അത് കണ്ട ഉടനെ തന്നെ സോണിക് ആ കല്ലൊക്കെ എടുക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഷാഡോയും ആ കല്ലിന്റെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെയാണ് ആ കല്ലെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഷാഡോയ്ക്കും സോണിക്കിനും ആ കല്ലുകളുടെ ഗോൾഡൻ പവർ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഫൈറ്റ് എല്ലാം നടക്കുന്നത് ലോകത്തിന്റെ പല കോണുകൾ വെച്ചിട്ടാണ്. ഇതെല്ലാം ജെറാൾഡും റോബോട്ടിനിക്കും കാണുന്നുണ്ട്. ഈ സമയത്താണ് റോബോട്ടിനിക് ജെറാൾഡിനിട്ട് ഒരു ഇടി കൊടുക്കുന്നത്. അതിനുശേഷം റോബോട്ടിനിക് ആ വെപ്പൺ ഓഫ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ ജെറാൾഡ് അവനെ വിടുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയവും സോണിക്കും ഷാഡോയും തമ്മിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
സോണിക്കിനാണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും ഷാഡോയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൻ ഒരിടത്തേക്ക് ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഷാഡോ അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറയുന്നത് സോണിക്കിന്റെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണ്. അവരെ നിന്നെ തടയാൻ ശ്രമിച്ചതല്ലേ, എന്നിട്ട് നീ അവരെ ധിക്കരിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? ഏത് ഹീറോയാണ് പ്രതികാരത്തിന് വേണ്ടി അവന്റെ ഫ്രണ്ട്സിനെ അനുസരിക്കാതിരിക്കുന്നത്? നീ നിന്റെ ഫ്രണ്ട്സിനെ മാത്രമല്ല, നീ നിന്റെ ഫാമിലിയെ ഒഴിവാക്കി, എന്നിട്ടാണ് നിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഷാഡോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫാമിലിയുടെ കാര്യം പറയുമ്പോൾ സോണിക്കിന് അത് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ അവന്റെ സകല ശക്തി ഉപയോഗിച്ചിട്ട് ഷാഡോയ്ക്ക് ഇട്ടൊരു ഇടി കൊടുക്കുകയാണ്. ആ ഒറ്റ ഇടിയിൽ തന്നെ ഷാഡോ നേരെ തെറിച്ചു വരുന്നത് ചന്ദ്രനിലേക്കാണ്. അങ്ങനെ സോണിക്ക് വീണ്ടും ഷാഡോയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ടോം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ഓർക്കുന്നത്. അതായത് നിനക്ക് ജീവിതത്തിൽ 2 തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങളുണ്ടാവും. ഒന്ന് ചീത്തതായിരിക്കാം, ഒന്ന് നല്ലതായിരിക്കാം. ആ സമയത്ത് നീ നിന്റെ മനസ്സിനെ അനുസരിക്കണം എന്നായിരുന്നു അന്ന് ടോം അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരിക്കലും സോണിക്കിന് ഒരു ദുഷ്ടനാവാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ ഷാഡോയെ വെറുതെ വിടുകയാണ്. അതെല്ലാം കാണുമ്പോൾ നീ എന്താണ് സോണിക്ക് ചെയ്യുന്നത്? എന്നെ നീ ജയിച്ചു, പിന്നെ എന്തിനാണ് എന്നെ വെറുതെ വിടുന്നത്? നീ നിന്റെ പ്രതികാരം തീർക്കൂ എന്നൊക്കെയാണ് ഷാഡോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സോണിക്കിന് അതൊന്നും താല്പര്യമില്ലായിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഷാഡോ മുകളിലുള്ള നക്ഷത്രങ്ങളെ ശ്രദ്ധിക്കുന്നത്. നക്ഷത്രങ്ങളെ കാണുമ്പോൾ അവന് മരിയയാണ് ഓർമ്മ വരുന്നത്. അന്ന് അവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അവൻ ഉടനെ തന്നെ ആ കാര്യങ്ങളൊക്കെ സോണിക്കിന്റെ അടുത്ത് പറയാൻ തുടങ്ങി. ഞാൻ അവസാനം നക്ഷത്രങ്ങളെ കാണുന്നത് മരിയയുടെ കൂടെ ഇരുന്നപ്പോഴാണ്. അവളെ നഷ്ടപ്പെട്ടതിന് ശേഷം 50 വർഷമായിട്ട് ആ വേദന ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മനസ്സിൽ ഇപ്പൊ പ്രതികാരത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ലോങ്ക്ലോ നഷ്ടപ്പെട്ടപ്പോൾ എന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും ആ വേദന എന്നെ വിട്ടു പോയില്ല. പക്ഷെ പിന്നീടാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. വേദനയെക്കാളും പവർഫുള്ളായ മറ്റൊന്നുണ്ട്, അത് സ്നേഹമാണ്. ലോങ്ക്ലോയെ എത്രമാത്രം ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന കാര്യം എന്റെ മനസ്സിലുണ്ട്. ആ ഒരു സ്നേഹം എന്റെ വേദനയെ മൊത്തത്തിൽ ഇല്ലാതാക്കി. ഇപ്പൊ നിന്റെ കാര്യം അതാണ്. നീ എത്രത്തോളം മരിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്കേ അറിയത്തുള്ളൂ. ആ ഒരു സ്നേഹം നിന്റെ വേദനയും ഇല്ലാതാക്കണം. അല്ലാതെ ആ വേദനയെ ഓർത്തിട്ട് നീ പ്രതികാരം ചെയ്യാനല്ല ഇറങ്ങി പുറപ്പെടേണ്ടത് എന്നൊക്കെയാണ് സോണിക്ക് ഇപ്പൊ ഷാഡോയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഷാഡോയുടെ മനസ്സിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഈ സമയത്താണ് അവരവിടെ ഒരു പ്രകാശം കാണുന്നത്. അത് കാണുമ്പോഴും ഷാഡോയ്ക്ക് മരിയയാണ് ഓർമ്മ വരുന്നത്. ഒരു നക്ഷത്രം നശിച്ചാലും അതിന് പ്രകാശം അവശേഷിക്കും. അവൾ അന്നാ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അവൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന കാര്യം ഷാഡോ തിരിച്ചറിയാണ്. അങ്ങനെ ഷാഡോ സോണിക്കിന് കൈ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അവര് 2 പേരും കൂടെ ആ ജെറാൾഡിനെ തടയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ വീണ്ടും ആ ഗോൾഡൻ രൂപത്തിലേക്ക് മാറുകയാണ്. എന്നിട്ട് ആ വെപ്പണിന് നേർക്ക് പറക്കാൻ തുടങ്ങി. ഈ സമയവും ജെറാൾഡും റോബോട്ടിക്കും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ജെറാൾഡിന്റെ കമ്പ്യൂട്ടറിൽ ഒരു അലേർട്ട് വരുന്നത്. അവൻ നോക്കുമ്പോൾ സോണിക്കും ഷാഡോയും അങ്ങോട്ട് പറന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ആ വരവിൽ ഷാഡോ ഇപ്പോൾ സോണിക്കിന്റെ കൂടെ ചേർന്നിട്ടുണ്ട് എന്ന കാര്യം ജെറാൾഡിന് മനസ്സിലായി. അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വലിയ വെപ്പണിൽ നിന്നും ചെറിയ ചില വെപ്പൺസ് ഒക്കെ അവർക്ക് നേരെ അയക്കാൻ തുടങ്ങി. അങ്ങനെ ആ വെപ്പൺസ് എല്ലാം സോണിക്കിനും ഷാഡോയ്ക്കും നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ വെപ്പൺസിന്റെ മുഴുവൻ പണി തീർക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ജെറാൾഡ് ആണെങ്കിൽ ആ റോബോട്ട്നിക്കുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം റോബോട്ട്നിക്കിനെ ഇടിച്ച് നേരെ താഴേക്ക് ഇടാണ്. അങ്ങനെ അയാൾ വളരെ വേഗത്തിൽ താഴേക്ക് വീഴാൻ തുടങ്ങി. അത് കണ്ട് ജെറാൾഡ് ആണെങ്കിൽ ശരിക്കും സന്തോഷിച്ച് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് നക്കിൾസും ടെയിൽസും കൂടെ റോബോട്ട്നിക്കിനെയും പൊക്കിയെടുത്തിട്ട് ആ വെപ്പന്റെ അകത്തേക്ക് തന്നെ വരുന്നത്. അങ്ങനെ വന്ന ഉടനെ തന്നെ റോബോട്ട്നിക്ക് സോണിക്കിന്റെ ആ മുള്ളു വെച്ചിട്ട് ആ ജെറാൾഡിന്റെ മൂട്ടിനിട്ടൊരു കുത്തുവെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അയാൾ നേരെ തെറിച്ചു വീഴുന്നത് അതിന്റെ ആ റിയാക്ടർ കോറിന്റെ അകത്തേക്കാണ്. അതിനകത്ത് വീണതുകൊണ്ട് ജെറാൾഡ് ആണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ സോണിക്ക് ഷാഡോയും ഇപ്പോഴാ വെപ്പന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് നേരത്തെ ജെറാൾഡ് സെറ്റ് ചെയ്ത് വെച്ച പോലെ ആ വെപ്പൺ ഭൂമിയിലേക്ക് ഫയർ ചെയ്യുന്നത്. അത് കണ്ട ഉടനെ തന്നെ സോണിക്ക് ഷാഡോയും കൂടെ ആ ഫയറിംഗ് ഒക്കെ തടുത്തു നിർത്താൻ തുടങ്ങി. ഇനിയിപ്പം അവർക്ക് ആകെ ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ, ആ ഫയറിംഗിന്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഭൂമിയെ മൊത്തത്തിൽ തകർത്ത് കളയും. അതിനുള്ള പരിപാടിയാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സോണിക്കും ഷാഡോയും ഇപ്പൊ ആ ഫയറിംഗിനെ തടഞ്ഞു നിർത്തുന്ന സമയത്ത് റോബോട്ടിക്കും കൂട്ടരും കൂടെ ആ ഫയറിംഗിന്റെ ഡയറക്ഷൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ശ്രമത്തിനുള്ളിൽ അവർ ആ ഡയറക്ഷൻ മാറ്റി. അതിപ്പോ നേരെ ചന്ദ്രന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചന്ദ്രന്റെ ഒരു ഭാഗം മൊത്തത്തിൽ അത് തകർത്ത് കളയുന്നുണ്ട്. എന്നാൽ കുറെ നേരം ആ ഫയറിംഗ് ഇങ്ങനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ സോണിക്കിന്റെ ബോധം പോയിട്ടുണ്ട്. അവനിപ്പോ നേരെ താഴെ ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ടെയിൽസ് ആണെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് പറക്കാൻ തുടങ്ങി. അങ്ങനെ ഷാഡോ ഇപ്പോൾ റോബോട്ട്നിക്കിന്റെ അടുത്തെത്തി. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അവൻ അയാളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെപ്പൺ ഇപ്പോൾ ഓവർലോഡ് ആയിട്ടുണ്ട്, ഇത് ഉടനെ തന്നെ ഇവിടെ നിന്ന് പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻസ് മൊത്തം ഭൂമിയിലേക്കാണ് പോവുക, അതൊരിക്കലും ഭൂമി താങ്ങത്തില്ല എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതിന്റെ റിയാക്ടർ കോർ സ്റ്റെബിലൈസ് ചെയ്യണം. ആ സമയത്ത് ഞാൻ ഈ വെപ്പൺ പുഷ് ചെയ്തിട്ട് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറ്റാം എന്നാണ് ഷാഡോ പറയുന്നത്. റോബോട്ടിക് ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ ഉടനെ തന്നെ ആ റിയാക്ടർ കോറിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഇതൊരു സൂയിസൈഡ് മിഷൻ ആണ്. ഈ സമയം ഷാഡോ ആണെങ്കിൽ അവന്റെ സകല ശക്തി ഉപയോഗിച്ചിട്ട് ആ വെപ്പൺ ഇങ്ങനെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
ഈ സമയമാകുമ്പോഴേക്കും ടെയിൽസ് ആണെങ്കിൽ സോണിക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവന്റെ കയ്യിലുള്ള റിങ് വെച്ചിട്ട് സോണിക്കിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനാണ് അവൻ ശ്രമിക്കുന്നത്. അങ്ങനെ റോബോട്ടിനിക്ക് ഉടനെ തന്നെ ആ റിയാക്ടർ കോറൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം അയാളുടെ കയ്യിലുള്ള ഒരു ക്യാമറ വഴി ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. അത് അയാളുടെ അസിസ്റ്റന്റായ ആ സ്റ്റോണിനെ കുറിച്ചിട്ടാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തക്കാരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്റെ അസിസ്റ്റന്റായ സ്റ്റോൺ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മരിക്കാൻ പോകുന്ന അവസരത്തിൽ എനിക്ക് ആകെ ഒന്നേ പറയാനുള്ളൂ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ അസിസ്റ്റന്റായ സ്റ്റോണിനെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റോണും കേൾക്കുന്നുണ്ട്. അയാൾ ആ പറയുന്നൊക്കെ കേട്ട് അവന് ശരിക്കും സങ്കടത്തിൽ നിൽക്കുകയാണ്. ഈ സമയം ഷാഡോ ആണെങ്കിൽ ഇപ്പോഴും ആ സ്പേസ് സ്റ്റേഷൻ ഇങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവന്റെ മനസ്സ് മൊത്തം മറിയെയാണ് അവൻ കാണുന്നത്. ഇതേ സമയം തന്നെ ടെയിൽസ് ആണെങ്കിൽ ആ റിങ് വെച്ചിട്ട് സോണിക്കിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വളരെ വേഗത്തിൽ താഴേക്ക് വീഴുന്നോണ്ട് തന്നെ ടെയിൽസിന്റെ ബോധവും പോയി. അതോടൊപ്പം തന്നെ ടെയിൽസിന്റെ കയ്യിൽ നിന്നും ആ റിങ് മുകളിലേക്ക് തെറിച്ചു വീഴാണ്. ഇനിയിപ്പോ ആകെ ഒരൊറ്റ റിങ് അവരുടെ കയ്യിലുള്ളൂ. എന്നാൽ പെട്ടെന്നാണ് നക്കിൾസ് അങ്ങോട്ട് വരുന്നത്. അവൻ ഉടനെ തന്നെ ആ റിങ് ക്യാച്ച് ചെയ്യാണ്. അതിനുശേഷം ആ റിങ് എടുത്ത് ഒരൊറ്റ ഏറ് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ആ റിങ് അവിടെ ഓപ്പൺ ആയി കഴിയുമ്പോൾ നക്കിൾസ് സോണിക്കിനെയും ടെയിൽസിനെയും പിടിച്ച് ആ റിങ്ങിനകത്തേക്ക് ചാടുകയാണ്. ഇതേ സമയം തന്നെ ഭൂമിയുടെ ഒരുപാട് മുകളിൽ സ്പേസിൽ വെച്ചിട്ട് ആ വെപ്പൺ പൂർണ്ണമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടീം സോണിക് ഇപ്പോ ഭൂമിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സമയം അവർ നോക്കുമ്പോൾ ആ വെപ്പൺ മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചതായിട്ടാണ് കാണുന്നത്. അതിൽ നിന്നും ഷാഡോയും റോബോട്ടിക്കും മരിച്ചു എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും സങ്കടത്തിലിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ടീം സോണിക്കും മാഡിയും ടോമും കൂടെ വീണ്ടും ആ ഓട്ടമത്സരം നടത്തുകയാണ്. അങ്ങനെ കുറെ ഓടിക്കഴിഞ്ഞ് സോണിക് ഇപ്പൊ വേറൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവൻ കുറെ അധികം മുന്നോട്ട് വന്നു എന്ന കാര്യം അവന് മനസ്സിലായി. അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് സോണിക്കിന്റെ രൂപത്തിലുള്ള കുറെ റോബോട്ടുകൾ അവന് നേരെ വരുന്നത്. അതിപ്പോ സോണിക്കിന് ചുറ്റും വട്ടത്തിൽ നിൽക്കുകയാണ്. എന്നാൽ അവറ്റകൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വേറൊരു ക്യാരക്ടർ വന്നിട്ട് ആ റോബോട്ടുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. വന്ന ഉടനെ തന്നെ ആ ക്യാരക്ടർ ആ റോബോട്ടുകളെ മൊത്തത്തിൽ ഇടിച്ച് തെറിപ്പിച്ച് കളയാണ്. ഈ ക്യാരക്ടറിന്റെ പേര് എമി റോസ് എന്നാണ്. ആദ്യമായിട്ടാണ് സോണിക് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ഷാഡോയെയും കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഷാഡോ മരിച്ചിട്ടില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.